അങ്ങനെ നമ്മളിതാ സെറ്റായിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് നല്ല ഫ്രൂട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ കയ്യിൽ പിടിച്ചു കേട്ടോ. പിന്നെ ലഗേജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കിൽ കയറ്റി. പിന്നെ നമ്മളെ ട്രിപ്പ് ഓൺ സ്റ്റാൻഡും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് വിട്ടിട്ട് നമുക്ക് ഒരു കളിയില്ല, നമുക്ക് അവിടെ എത്തിയിട്ട് വീഡിയോസും വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം കുടിക്കാനുള്ള ചെറിയൊരു കട്ടൻ ചായ, അതുപോലെ കുറച്ച് സ്നാക്സ്, ഫ്രൂട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രണ്ടിലും വെച്ചു കേട്ടോ. അപ്പോൾ ഇനി അനിയൻ വരാനുണ്ട്, എൻ്റെ അനിയനാണ്. അപ്പോൾ അവനെയും നമ്മൾ ട്രിപ്പിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫാമിലി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അവനെയും കൂട്ടി നമ്മൾ കൂട്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ മെല്ലെ വണ്ടി എടുത്ത് പുറത്തിട്ടു കേട്ടോ. അനീഷിതാ അങ്ങനെ കണ്ണനും വന്ന്. അപ്പോൾ അവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ ട്രിപ്പ് വേറെ ലെവലാണ് കേട്ടോ. ഒന്നും പറയല്ല, സത്യമായിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളായിട്ട് ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മുടെ നമുക്കൊരു ബ്രദറോ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വൈബായിരിക്കുമല്ലോ. അങ്ങനെ ഇത് അച്ഛൻ്റെ കടയാണ് കേട്ടോ. അങ്ങനെ അച്ഛനോടും അമ്മേനോടും പറഞ്ഞ് അമ്മ ടാറ്റയൊക്കെ തന്ന് അതിന് നമ്മളിതാ ഏട്ടൻ്റെ കമ്പനിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് വേറെ 2-3 ഫാമിലീസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ വണ്ടി അവിടേക്ക് വരുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും മക്കളെ 2 പേര്, അതായത് സച്ചിക്കുട്ടനും ലച്ചുമോളും കണ്ണനും കൂടി നേരെ കമ്പനിയിലേക്ക് പോയി കേട്ടോ. ഇവിടെ അമാന ടയോട്ട വെങ്ങളത്താണ് കേട്ടോ ഏട്ടൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് ഗേറ്റൊക്കെ തുറന്നു തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ട് വണ്ടി വെച്ചേക്കുവാണേ. അവിടെ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിൽ മാവ് ഇങ്ങനെ പൂത്ത് നിൽക്കും, നല്ല രസമുണ്ട് കേട്ടോ അത് രാത്രിയിൽ കാണാൻ. പിന്നെ നമ്മൾ അവിടെ എത്തി, വണ്ടി വരാനും അതേപോലെ തന്നെ കുറച്ച് ഫാമിലിയോട് വരാനുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളാണ് ഫസ്റ്റിലെത്തിയത്, അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനില്ല. പിന്നെ നാളെ ഈദുൽ ഫിത്തർ ആയതുകൊണ്ട് തന്നെ കമ്പനി ലീവുമാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് ലേറ്റ് ആകും, അവർ ഫുഡ് കഴിച്ചിട്ടേ വരൂ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ടൈം കിട്ടി കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ വണ്ടി വന്നു കേട്ടോ. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രാവലർ. അപ്പോൾ കുറച്ച് ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൂട്ടണം. അങ്ങനെ നമ്മൾ നമ്മളെ ഡ്രൈവറാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ വിപിന എന്നാണ് ആളുടെ പേര്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ ആള്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്താ പറയുക, ചില ആളുകളുണ്ട് നമ്മൾ വണ്ടി വിളിച്ച് പോകുമ്പോൾ നമ്മളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ട്രിപ്പ് ഒരു എൻജോയ്മെന്റ് കിട്ടില്ല കേട്ടോ. ഇത് അങ്ങനെയൊന്നുമില്ല, നമ്മളെ പോലെ തന്നെ നല്ല നല്ലൊരു ആളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് കയറി. അപ്പം ഞാനാണ് കേട്ടോ കുറച്ചൊന്ന് ഫ്രീ. എനിക്ക് 2 മക്കൾ, അത് ലച്ചുമോളും സച്ചിക്കുട്ടനും കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് എടുത്ത് നടക്കേണ്ട ടെൻഷനില്ല. മറ്റവർക്ക് 2 പേർക്ക് ഓരോ കുഞ്ഞുങ്ങളായിട്ടുള്ളത്. ഒരാൾക്ക് 2 പേരുണ്ട്, ഒരാളെ ലച്ചുമോളെ പ്രായമാണ്, മറ്റേത് ചെറിയ ബേബിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. എനിക്ക് എൻ്റെ അനിയനാണ് കേട്ടോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും അത്യാവശ്യം ലച്ചുവിനെയും സച്ചുവിനെയും മെരുക്കാനൊക്കെ ആങ്ങളെയായാലും മതി കേട്ടോ. എൻ്റെ അനിയനാണെങ്കിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഏട്ടന എന്ന് വേണം തന്നെ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പണ്ടത്തേനെക്കാട്ടും നമ്മുടെ അനിയന്മാരൊന്ന് വലുതാകുമ്പോഴല്ലേ നമുക്ക് ആ ഒരു സഹോദരൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുക. അതുകൊണ്ട് എനിക്ക് അവനും കൂടെയുള്ളപ്പോൾ ഭയങ്കര ഒരു ധൈര്യമാണ് കേട്ടോ എല്ലാ കാര്യത്തിനും. അങ്ങനെ ഏട്ടനും ഞാനും അനിയനും ഏട്ടൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ എല്ലാവരും കൂടി ട്രാവലറിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി പോവുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയാണ്. വലിയ ഹെവി രീതിയിലുള്ള ഇനി ഒരു ഫുഡോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നിർത്തേണ്ടതായ ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം നല്ലോണം പാട്ട് വെച്ച് എല്ലാവരും നല്ല രീതിയിൽ ഡാൻസ് ചെയ്തിട്ടോ. അതിൻ്റെ ക്ഷീണത്തിൽ മക്കളൊക്കെ ഉറങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ബാക്കി വീഡിയോ നമുക്ക് വീണ്ടും കാണാം.